എല്ലാവർക്കും നമസ്കാരം. പി ഭാസ്കരൻ്റെ ജീവചരിത്രം 2 പുസ്തകങ്ങളായി മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പി ഭാസ്കരൻ്റെ കലയും ജീവിതവും, ആത്മകഥ പി ഭാസ്കരൻ. 2003 ഞാൻ ആകാശവാണി പ്രവർത്തിക്കുന്ന സമയത്താണ് മാതൃഭൂമി ബുക്സ് ഈ ചുമതല എന്നെ ഏൽപ്പിച്ചത്. തിരുവനന്തപുരത്തെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ പല ആഴ്ചകളിലായി ഒട്ടേറെ കൂടിക്കാഴ്ചകൾ അദ്ദേഹവുമായി നടത്തി. ഓർമ്മകൾ മാഞ്ഞു തുടങ്ങിയ സമയത്താണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. അപ്പോഴും ആദ്യകാലത്തെക്കുറിച്ച് വളരെ മധുരതരമായ ഓർമ്മകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. വളരെ സ്ഫുടമായി, ഒരുപക്ഷെ വെടിപൊട്ടുന്ന പോലെയുള്ള ശബ്ദത്തിൽ അദ്ദേഹം ആദ്യം എഴുതിയ പടപ്പാട്ടുകൾ, സ്വാതന്ത്ര്യ സമര ഗീതം അദ്ദേഹം എന്നെ പാടിക്കേൽപ്പിക്കും. എല്ലാ ആഴ്ചയും പാടിക്കേൽപ്പിക്കും. പദം മുറച്ചു നാം പാടിപ്പോവുക, പാരിലൈക്യ കേരളത്തിൻ കാഹളം മുഴക്കുവാൻ വലിയ താളബോധത്തോടെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമാ ഗാനം 1947 അപൂർവ സഹോദരകൾ എന്ന ബഹുഭാഷാ സിനിമയിലെ, അത് 5 ഭാഷയിലെ ഗാനങ്ങളുണ്ട്. പി ഭാനുമതിയാണ് ഗാനങ്ങൾ അഭിനയിച്ച് ആലപിച്ചത്. അതിൽ 5 വരി മലയാളം മാപ്പിളപ്പാട്ടിൻ്റെ ശൈലി അദ്ദേഹം എഴുതിയ വരികളുണ്ട്. കടക്കണ്ണിൻ തലപ്പത്തു കറങ്ങും വണ്ടേ, ഇതിങ്ങനെ അദ്ദേഹം അത് ഗംഭീരമായി ആസ്വദിച്ച് പാടി കേൾപ്പിക്കും. അതെല്ലാം കഴിഞ്ഞിങ്ങനെ 10 പ്രാവശ്യം അദ്ദേഹത്തെ കണ്ടു. അപ്പോൾ ഈ 60കൾക്ക് ശേഷം ഓർമ്മകൾ മുന്നോട്ട് പോകുന്നില്ല. മറവിതന്മാരിടത്തിൽ അദ്ദേഹം മയങ്ങി തുടങ്ങിയ സമയമായിരുന്നു അത്. എസ് ജാനകി അദ്ദേഹത്തെ കാണാൻ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ 3 പാട്ടുകൾ പാടി കേൾപ്പിച്ചു. അദ്ദേഹം ഒപ്പം പാടിയിട്ട് ചോദിച്ചു, നല്ല പാട്ടുകൾ, ഇത് എഴുതിയത് ആരാണ് എന്ന് ചോദിച്ച സമയത്താണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. ഏറ്റവും അവസാനം അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പുകൾ പരിശോധിക്കാമെന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇന്ദിര ചേച്ചി എന്നോട് പറഞ്ഞു. ഒരു സമയം നിശ്ചയിച്ചു. എപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹം വളരെ കൃത്യമായി കുളിച്ച് സുസ്മേരവതനായി വീടിൻ്റെ മുന്നിൽ ഇങ്ങനെ കാത്തിരിക്കും. പക്ഷെ ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും എൻ്റെ പേര് പ്രദീപാണ്, മാതൃഭൂമി ബുക്സിൻ്റെ പുസ്തകം എഴുതാൻ വന്നതാണ് എന്നൊക്കെ പല പ്രാവശ്യം പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അവസാനത്തെ കൂടിക്കാഴ്ച ഞാൻ ഒരിക്കലും മറക്കില്ല. ഞാനവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം ഇതേപോലെ തന്നെ കുളിച്ച് സുസ്മേരവതനായി വീടിൻ്റെ വരാന്തയിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ഇന്ദിര ചേച്ചി എന്നെ പരിചയപ്പെടുത്തി. അദ്ദേഹം ഗേറ്റിലേക്ക് തന്നെ നോക്കുന്നു, എന്നെ ശ്രദ്ധിക്കുന്നതേയില്ല. ഞാൻ പറഞ്ഞു, ഞാൻ പ്രദീപാണ്. ഇന്ദിര ചേച്ചി പറഞ്ഞു, ഓർക്കുന്നില്ല, ഇദ്ദേഹമാണ് ഇന്ന് വരുന്നത്. അദ്ദേഹം വരാന്തയിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, സി മിസ്റ്റർ പ്രദീപ്, ഐ ആം വെയിറ്റിംഗ് ഫോർ എ പേഴ്സൺ ഫ്രം മാതൃഭൂമി. ഇന്ദിര ചേച്ചി പറഞ്ഞു, അത് ഇദ്ദേഹം തന്നെയാണ്, ഓർക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അദ്ദേഹം എന്നെ നോക്കുന്നതേയില്ല, അക്ഷമനായി ഗേറ്റിലേക്ക് നോക്കി ഇരിപ്പായിരുന്നു. കുറേ കഴിഞ്ഞ് ഇന്ദിര ചേച്ചി പറഞ്ഞു, സാരമില്ല, ഞാൻ പറഞ്ഞ് ബോധ്യപ്പെടുത്താം. മുകളിലത്തെ നിലയിലെ ഡയറികൾ എടുത്തു വെച്ചിട്ടുണ്ട്, അത് നോക്കൂ എന്ന് പറഞ്ഞു. ഞാൻ മുകളിലേക്ക് കയറിപ്പോയപ്പോൾ താഴെ വലിയ ബഹളം. ഞാനൊരു 5 മിനിറ്റ് ക്ഷമിച്ചു. അപ്പം താഴെ ഇന്ദിര ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു, തൽക്കാലം ഇന്നിനി വേണ്ട. ഞാൻ താഴെ വന്നു, അദ്ദേഹത്തെ തൊഴുതു. അപ്പോഴും എൻ്റെ അടുക്ക് പറഞ്ഞു, സേ മിസ്റ്റർ പ്രദീപ്, ഐ ആം വെയിറ്റിംഗ് ഫോർ എ പേഴ്സൺ ഫ്രം മാതൃഭൂമി ഫ്രം കാലിക്കറ്റ്. ഞാൻ പുറത്തേക്ക് ഇറങ്ങി. 2003 സെപ്റ്റംബറിൽ MT വാസുദേവൻ നായരാണ് കോഴിക്കോട് വെച്ച് ഈ പുസ്തകം പ്രകാശിപ്പിച്ചത്. പി ഭാസ്കരൻ്റെ ജീവിതവും കലയും. അദ്ദേഹം അതിലുണ്ടായിരുന്നു, ഞാനും വേദിയിലുണ്ടായിരുന്നു. ഞാൻ ചെന്ന് അദ്ദേഹത്തെ നമസ്കരിച്ചു. അദ്ദേഹം ഒരിക്കലും എന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകില്ല. അങ്ങനെയുള്ള ഒരു കാലത്താണ് ഈ ഓർമ്മകൾ പിന്നീട് ആകാശവാണിയിൽ അദ്ദേഹവുമായി നടത്തിയ അഭിമുഖ സംഭാഷണങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട കെ രാഘവനെ പോലെയുള്ള, ശ്രീകുമാരൻ തമ്പിയെ പോലെയുള്ള ആൾക്കാരുമായിട്ടുള്ള, ശോഭന പരമേശ്വരൻ നായരുമായിട്ടുള്ള, ടി വാസുദേവ് ആയിട്ടുള്ള അഭിമുഖ സംഭാഷണങ്ങളിലൂടെയാണ് ഈ പുസ്തകം
പൂർത്തിയാക്കിയത്. അല്ല, എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത് പി ഭാസ്കരൻ്റെ സിനിമാ ജീവിതത്തെക്കുറിച്ച് നമുക്കെല്ലാം അറിയാം. പി ഭാസ്കരൻ്റെ കാവ്യ ജീവിതത്തെക്കുറിച്ചും എല്ലാവർക്കും അറിയാം, നിരന്തരം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്നെ ആകർഷിച്ച അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തന രംഗമാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ നന്ദേലത്ത് പത്മനാഭ മേനോൻ കോൺഗ്രസിൻ്റെ അനിഷേധ്യനായ നേതാവായിരുന്നു കൊച്ചി പ്രവിശ്യയിൽ. അവിടുത്തെ MLA ആയിരുന്നു, സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. നിയമത്തിന് പഠിക്കാൻ അദ്ദേഹം പോകുമ്പോൾ ആനി ബസന്റുമായും VK കൃഷ്ണമേനോനുമായും ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന ആദ്യത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന ഷൺമുഖം ചെട്ടിയുമായിട്ടൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഹിന്ദുവിൽ ഉൾപ്പെടെയുള്ള ഇംഗ്ലീഷ് പത്രങ്ങളിൽ അദ്ദേഹം ലേഖനങ്ങൾ എഴുതി. മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് 1932-33 പ്രസിദ്ധീകരണം ആരംഭിച്ചപ്പോൾ പത്രാധിപരാകാൻ മാനേജ്മെൻറ്റ് അദ്ദേഹത്തെ ക്ഷണിക്കുക പോലും ഉണ്ടായി. അന്ന് മിശ്രഭോജനം നടത്തി പുലയനയ്യപ്പൻ എന്ന ദുഷ്പേര് വേണമെങ്കിൽ പറയാം, അക്കാലത്ത് സവർണർ കൊടുത്തിരിക്കുന്ന പേരങ്ങനെയായിരുന്നു. സമ്പാദിച്ച സഹോദരൻ അയ്യപ്പനെ സ്വന്തം കുടുംബത്തിൽ വിളിച്ചു വരുത്തി മിശ്രഭോജനം നടത്തിയ സാമൂഹിക വിപ്ലവകാരിയായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ. ഈ പശ്ചാത്തലമാകാം അദ്ദേഹം സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പി ഭാസ്കരൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനായി സ്കൂളിൽ മുദ്രാവാക്യം വിളിച്ചു. പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. കുടുംബ മഹാത്മ്യം കാരണം അദ്ദേഹത്തെ പുറത്തുവിട്ടു. അതിനുശേഷമാണ് മഹാരാജാസ് കോളേജിലേക്ക് അദ്ദേഹം ഇൻ്റർമീഡിയറ്റിന് പഠിക്കാൻ വരുന്നത്. വൈ സോഷ്യലിസം എന്ന പുസ്തകം, അത് ജയപ്രകാശ് നാരായണൻ്റെ പുസ്തകം വായിച്ചു അദ്ദേഹം സോഷ്യലിസ്റ്റ് പാതയിലേക്കും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്കും ആകർഷിക്കപ്പെട്ടു. അതിനുശേഷം അദ്ദേഹം കൊച്ചി വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ സെക്രട്ടറിയും അഖില കേരള വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയുമായി സജീവ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നു. അക്കാലത്ത് നിങ്ങൾ വിശ്വസിക്കില്ല, അക്കാലത്ത് 1941 ഈ ഉശിരുള്ള ഈ ചെറുപ്പക്കാരനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലാഹോറിലേക്ക് ഒളിപ്പോർ പരിശീലനത്തിന് അയച്ചു. 6 പേരായിരുന്നു ഒളിപ്പോരിന് പോയിരുന്നത്. ലാഹോറിലെ ദാവി നദിക്കരയുടെ തീരത്ത് സൈനികരാണ് ഇദ്ദേഹത്തിന് പരിശീലനം കൊടുത്തത്. സൈലൻറ്റ് കില്ലിംഗ് എന്ന ഒരു മുറയുണ്ട്. അതായത് ജാപ്പാനീസ് സൈന്യം ഇന്ത്യയിൽ വരികയാണെങ്കിൽ അവരെ ആയുധമില്ലാതെ സൈലൻറ്റ് കൈ ഉപയോഗിച്ചിട്ട് അടിച്ചു കൊല്ലുന്ന ഒളിപ്പോർ പരിശീലനത്തിന് ഇദ്ദേഹത്തെ അയച്ചു. ആരെ? നമ്മുടെ പി ഭാസ്കരൻ മാസ്റ്ററിനെ അയച്ചു. അക്കാലത്ത് തിരുവിതാംകൂറിൽ നിരോധിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിരോധിക്കപ്പെട്ട നേതാക്കന്മാർ മുഴുവനും ഒളി പാർത്തിരുന്നത് മഹാരാജാസ് കോളേജിൻ്റെ ഹോസ്റ്റലുകളിലും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബഷീർ ബുക്ക് സ്റ്റാളിലുമൊക്കെയായിരുന്നു. 1941 അതേ വർഷം തന്നെ ഞാൻ ഈ ഒളിപ്പോരിനെ അയച്ച് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തെ SFI സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ സമ്മേളനത്തിലേക്ക് അയച്ചു കോഴിക്കോട്. അപ്പം ഫീസ് അടയ്ക്കാൻ വെച്ചിരുന്ന കാശുമായാണ് അദ്ദേഹം പോയത്. 3-4 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നു. ഫീസ് അടയ്ക്കാൻ പറ്റിയില്ല. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ ജീവിതത്തിന് അന്ത്യം കുറിച്ചു. KA രാജനാണ് അദ്ദേഹത്തിൻ്റെ സഹപാഠികളിൽ ഒരാൾ. PK ഗോപാലകൃഷ്ണൻ, ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് MLA-മാരിൽ ഒരാൾ, നാട്ടുകാരൻ. അവരൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാർ. 42 ഒരു ദിവസം അദ്ദേഹം ഇവിടെ ബോട്ടിയെട്ടിയിൽ വണ്ടി ഇറങ്ങി വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബുക്ക് സ്റ്റാളിലേക്ക് ചെന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് നേതാവായ KC ജോർജ് അവിടെ അവശനായി ഇരിപ്പുണ്ട്, ഒളിവിൽ താമസിക്കുകയാണ്. അന്ന് EK നായനാരൊക്കെ ഒളിവിൽ താമസിക്കുന്നു. നായനാരുടെ അന്നത്തെ ഒളിവ് ജീവിതത്തിലെ പേര് സഖാവ് മേനോൻ എന്നായിരുന്നു. അപ്പം ഒളിവിൽ താമസിക്കുന്ന നേതാക്കന്മാർ ആഹാരം കഴിച്ചിട്ട് ദിവസങ്ങളേറെയായി. എല്ലാവരും അവശരാണ്. കോട്ടയത്ത് ചില ആൾക്കാരുണ്ട്, നല്ല പൈസയുള്ള ആൾക്കാരാണ്, പാർട്ടിക്ക് സഹായം ചെയ്യും. ഒരാളുടെ പേര് DC കിഴക്കേ മുറി എന്നാണ്. അദ്ദേഹം ഒന്ന് ബുക്ക് സ്റ്റാൾ നടത്തുകയാണ്. വേറെ ഒരാൾ ഇന്ത്യ പ്രസിൻ്റെ ഉടമസ്ഥനായ KM ചാണ്ടിയാണ്. പിന്നെ ഒരാളെ പാർട്ടി സഖാവാണ്, അറസ്റ്റ് ചെയ്യപ്പെടാതെ പാർട്ടി പുറത്ത് നിർത്തിയിട്ടുണ്ട്. കോട്ടയം ഭാസി എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. അപ്പം ബഷീറും KC ജോർജും പറഞ്ഞു, നിങ്ങളവിടെ പോയി കുറച്ച് കാശ് പിരിച്ചു കൊണ്ടുവരണം. മാത്രമല്ല കൂത്താട്ടുകുളത്ത് ഒരു പോലീസ് വെടിവെപ്പുണ്ടായി, അതിൽ കുറേ പേർ കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ മരിച്ചു എന്നറിഞ്ഞു. അന്വേഷിച്ച് തിരിച്ചു വന്നിട്ട് റിപ്പോർട്ട് ദേശാഭിമാനിക്ക് അയക്കണം. പിന്നെ ഭാസ്കരൻ മാഷ് അങ്ങോട്ട് പോയി. അന്ന് മാഷൊന്നും അല്ല, അദ്ദേഹം കൗമാരക്കാരനായ വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ നേതാവ്. അദ്ദേഹം അവിടെ ചെന്നു, DC കിഴക്കേ മുറിയെ കണ്ടു. KM
ചാണ്ടിയെ കണ്ടു. കോട്ടയം ഭാസിയെ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഖദർ ജൂബയും ഖദർ മുണ്ടും ധരിച്ച കുറച്ച് പേർ നിൽക്കുന്നുണ്ട്. ഈ ഖദർ ജൂബയും ഖദർ മുണ്ടും അന്ന് CPയുടെ പോലീസിൻ്റെ രഹസ്യ പോലീസിൻ്റെ വേഷമാണ്. ഇദ്ദേഹത്തിൻ്റെ വേഷവും അത് തന്നെയാണ്. അച്ഛൻ തക്കളിയും ഒക്കെ വാങ്ങിച്ച് ഖദർ നൂൽക്കുന്ന പാരമ്പര്യമുള്ള അദ്ദേഹം ഖദർ വസ്ത്രമാണ് അക്കാലത്തും അണിഞ്ഞിരുന്നത്. അദ്ദേഹത്തിന് ആളുടെ വേഷം കണ്ടപ്പോൾ മനസ്സിലായി ഇത് CID ആണ്, നമുക്ക് ഏമാനെ ഒന്ന് കാണാം എന്ന് പറഞ്ഞ് കൊണ്ടുപോയി തിരുനക്കര പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഇതെല്ലാം അഴിച്ചു വച്ചിട്ട് അതിഭീകരമായ മർദ്ദനം. 16 ദിവസമാണ് അദ്ദേഹം അവിടെ ഭീകരമായ മർദ്ദനത്തിന് വിധേയനായി അവിടെ കഴിഞ്ഞത്. അതിൻ്റെ മുന്നിൽ പോലീസ് സ്റ്റേഷൻ്റെ ലോക്കപ്പിന് മുന്നിൽ ഒരു വലിയ മുറിയുണ്ട്. ആ മുറിയിലേക്ക് ഇത് 1946 ആ മുറിയിലേക്ക് മലബാർ സൈന്യത്തിൻ്റെയും മലബാർ പോലീസിൻ്റെയും പല വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാർ വന്ന് വിശ്രമിക്കുന്നു. ഇവരെല്ലാം ഒരു സ്ഥലത്ത് നിന്ന് പോയിട്ട് ഒരു ആക്ഷൻ കഴിഞ്ഞ് വരുന്ന ആൾക്കാരാണ്. ഇത് 1946 ഒക്ടോബർ അവസാനം പുന്നപ്ര വയലാർ ആക്ഷനിൽ പങ്കെടുത്ത സൈനികരും പോലീസ് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുമാണ് തിരുനക്കര പോലീസ് സ്റ്റേഷനിൽ പോകുന്ന വഴിയിൽ മലബാറിലേക്ക് മടങ്ങുന്ന വഴിയിൽ വിശ്രമിക്കാൻ എത്തുന്നത്. അപ്പോൾ പരസ്പരം സംസാരിക്കുന്ന എത്ര പേരെ വെടിവെച്ച് കൊന്നു, ആ അഭിമാനിക്കുന്ന ആൾക്കാർ ആ ശബ്ദം കേട്ടിട്ടാണ്, ആ വിവരണം കേട്ടിട്ടാണ് പുന്നപ്ര വയലാർ സമരത്തെക്കുറിച്ചും പോലീസ് വെടിവെപ്പിനെക്കുറിച്ചും P. ഭാസ്കരൻ അറിയുന്നത്. അദ്ദേഹത്തിൻ്റെ ഹൃദയം പിടഞ്ഞു. 16 ദിവസം കഴിഞ്ഞ് നല്ല നടപ്പ് ജാമ്യത്തിൽ അദ്ദേഹത്തെ മോചിപ്പിച്ചു. വീട്ടിൽ പോയി. അപ്പം പത്രങ്ങളിലൊക്കെ വാർത്ത വന്നു, P. ഭാസ്കരനെ അറസ്റ്റ് ചെയ്തു. വിവരമൊന്നും കിട്ടാത്തപ്പോൾ അദ്ദേഹത്തെ തല്ലിക്കൊന്ന് എവിടെയെങ്കിലും കളഞ്ഞിട്ടുണ്ടാകും എന്നാണ് പാവപ്പെട്ട അമ്മ കരുതിയിരുന്നത്. അമ്മയെ സമാധാനിപ്പിച്ചു ഭാസ്കരൻ നേരെ പുന്നപ്ര വയലാർ സമരഭൂമിയിലേക്ക് പോയി. അപ്പോഴും രക്തത്തിൻ്റെ ഗന്ധം മാറിയിരുന്നില്ല. വിലാപങ്ങൾ, ആർത്തനാദങ്ങൾ. എത്ര പേർ കൊല്ലപ്പെട്ടുവെന്ന് ഇപ്പോഴും ഔദ്യോഗികമായ കണക്കുകൾക്കപ്പുറത്തേക്ക് പാർട്ടി പറയുന്നൊരു കണക്കുണ്ട്. 2000 പേര്, 3000 പേര്. ഔദ്യോഗിക കണക്ക് 300-400 ഒക്കെയാണെന്ന് വെച്ചാൽ. ആ ഭൂവിലേക്ക് ഭാസ്കരൻ മാഷ് ചെന്നു. ആ ഉറ്റവരുടെയും ഉടയവരുടെയും വിലാപങ്ങൾ അദ്ദേഹം കേട്ടു. അദ്ദേഹത്തിൻ്റെ ഹൃദയം ത്രസിച്ചു. തിരിച്ച് വീട്ടിൽ വന്ന് ഒരാഴ്ച കൊണ്ട് എഴുതി തീർത്തതാണ് വയലാർ ഗർജിക്കുന്നു എന്ന ഖണ്ഡകാവ്യം. നുറുങ്ങുന്ന ഹൃദയത്തിൽ നിന്ന് എൻ്റെ പേന ഒഴുകുകയായിരുന്നു, രക്തം പോലെ ഒഴുകുകയായിരുന്നു എന്നാണ് അദ്ദേഹത്തിന് ആമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത്. C. ഉണ്ണിരാജയാണ് ഇതിന് അവതാരിക എഴുതിയത്. ഭാസ്കരൻ എന്ന പേരിലല്ല വയലാർ ഗർജിക്കുന്നു എഴുതപ്പെട്ടത്. അദ്ദേഹം എഴുതിയ കുറേ കവിതകൾ, രണഭേരി, മർദ്ദിത തുടങ്ങിയ കവിതകൾ തിരുവിതാംകൂറിൽ നിരോധിക്കപ്പെടുകയും അക്കാലത്തെ മലയാള രാജ്യം തുടങ്ങിയ പത്രങ്ങൾ കണ്ടുകെട്ടുകയും ചെയ്ത CP ഈ പുസ്തകവും വെറുതെ വിടില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് അദ്ദേഹം ഈ പുസ്തകം രവി എന്ന പേരിലാണ് ഇറക്കിയത്. ഉയരും ഞാൻ നാടാകപ്പെടനും ഒരു പുത്തനുയർ നാടിനേകിക്കൊണ്ട് ഉയരും ഞാൻ വീണ്ടും എന്ന അദ്ദേഹത്തിൻ്റെ ഈ കവിതയിലെ വാക്കുകൾ ഗർജനം പോലെയാണ് തൻ്റെ തലമുറയ്ക്ക് അനുഭവപ്പെട്ടത് എന്ന് ഒളിച്ച് കടത്തപ്പെട്ട ഈ പുസ്തകം അക്കാലത്ത് വായിച്ച ONV കുറിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് അദ്ദേഹം പോയത് ദേശാഭിമാനി ദിനപത്രത്തിൻ്റെ സബ് എഡിറ്ററായാണ്. മാധ്യമ ജീവിതം ആരംഭിക്കുന്നത് കോഴിക്കോട് നിന്നാണ്. 42-ൽ ദേശാഭിമാനി വാരികയായി ആരംഭിക്കുമ്പോൾ MS ദേവദാസോ VT ഇന്ദുചൂടനോ ആയിരുന്നു പത്രാധിപർ. 45-ൽ ഇത് പത്രമായി. അതിനുശേഷം സബ് എഡിറ്ററായി അദ്ദേഹം ചേർന്നു. 20-25 രൂപയാണ് അക്കാലത്തെ ശമ്പളം. അന്ന് കല്ലായി റോഡിൽ ഈ ദേശാഭിമാനിയിലെ പത്രപ്രവർത്തകരും ജീവനക്കാരും ചേർന്ന് ഒരു കമ്മ്യൂൺ ആരംഭിച്ചു. ഇപ്പോഴും കമ്മ്യൂൺ ലൈഫ് ഉള്ള ചില പ്രസ്ഥാനങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്, SUC പോലെയുള്ള പ്രസ്ഥാനങ്ങൾ. അന്ന് എല്ലാവരും ഷോർട്സാണ് വേഷം, കാക്കി ഷോർട്സും ഒക്കെയാണ് ഇവരുടെ വേഷം ധരിച്ചത്. അന്ന് ഖാദിയൊക്കെ അദ്ദേഹം ഊരി വെച്ചു. ദേശാഭിമാനിയിലെ പത്രപ്രവർത്തന ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഇടതുപക്ഷ സഹയാത്രികർ മദ്രാസിൽ നിന്നും ഒരു പ്രസിദ്ധീകരണം ആരംഭിക്കുന്നു. ജയകേരളം എന്നാണ് ഇതിൻ്റെ പേര്. K. പത്മനാഭൻ നായർ
നിങ്ങൾക്ക് എല്ലാം പേര് പരിചയമുണ്ടാവും, ഞാൻ പിന്നീട് അദ്ദേഹത്തെ പരിചയപ്പെടുത്താം. ഇടതുപക്ഷ സഹയാത്രികനാണ്, പയ്യന്നൂർക്കാരനാണ്, നെയ്ത്തുകാരുടെ ജീവിതത്തെക്കുറിച്ച് ആദ്യമായി നോവൽ എഴുതിയ അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ് ചെന്നൈയിൽ നിന്നും ജയകേരളം ഇടതുപക്ഷ പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത്. അദ്ദേഹം അവിടെ സബ് എഡിറ്ററായി ചെന്നു. കുറേ കഴിഞ്ഞപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറും അവിടെ എത്തി. അദ്ദേഹം അവിടെ അതിലൊരു കോളം എഴുതാൻ ആരംഭിച്ചു. ഇടതുപക്ഷ പ്രസിദ്ധീകരണം മലബാർ എന്ന് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമാണ്. അവിടെ നിന്നും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാരൊക്കെ ഒളിവിൽ പോകാനൊക്കെ ആയിട്ട് മദ്രാസിലേക്ക് വരും. ഇപ്പോൾ ചാത്തുനായർ, സഖാവ് ചാത്തുനായരൊക്കെ അവിടെ എത്തി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നോട്ടപ്പുള്ളികളാണ്, പോലീസിൻ്റെ നോട്ടപ്പുള്ളികളായ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരാണ്. അവരെ ഒളിവിൽ പാർപ്പിച്ചു എന്ന കുറ്റം ആരോപിച്ച് ഒരു ദിവസം ജയകേരളത്തിൻ്റെ ഓഫീസ് റെയ്ഡ് നടത്തി എല്ലാവരെയും പിടിച്ചുകൊണ്ടുപോയി. പത്മനാഭൻ നായരെയും പി ഭാസ്കരനെയും വൈക്കം മുഹമ്മദ് ബഷീറിനെയും തടവിലാക്കി. 2 ദിവസം കഴിഞ്ഞപ്പോൾ പി ഭാസ്കരനെയും ബഷീറിനെയും ഒഴികെയുള്ള എല്ലാവരെയും പോലീസ് വെറുതെ വിട്ടു. അവിടെയും അദ്ദേഹം 11 ദിവസം ജയിൽവാസം അനുഷ്ഠിച്ചു. ആ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം നാട്ടിൽ പോയി വന്നുകൊണ്ടിരുന്നു. മിൽ തൊഴിലാളികളെ സംഘടിപ്പിച്ചു, ചെത്ത് തൊഴിലാളികളെ സംഘടിപ്പിച്ചു. നെല്ലിയാമ്പതിയിലും തലശ്ശേരിയിലും കണ്ണൂരിലുമൊക്കെ ഒളിവിലിരുന്ന് സംഘടനാ പ്രവർത്തനം നടത്തി. മിൽ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്ന സമയത്ത് ആജാനുബാഹുവായ ഒരു കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനെ അദ്ദേഹം പരിചയപ്പെട്ടു. ചെങ്കാളിയപ്പനാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, സഖാവ് ചെങ്കാളിയപ്പൻ. 1970കളുടെ അവസാനം ചെങ്കാളിയപ്പൻ എന്ന പേരിൽ അദ്ദേഹം ഒരു കവിത എഴുതിയിട്ടുണ്ട്. രക്തം ചിന്തുമ്പോഴും ചെങ്കൊടിയുമായി മുന്നോട്ട് നീങ്ങിയ ചെന്തീക്കനുകളുടെ വംശമറ്റുപോയി എന്നാണ് ഈ കവിതയിൽ പിന്നീട് തൻ്റെ രാഷ്ട്രീയ മാറ്റത്തെക്കുറിച്ചുകൊണ്ട് പി ഭാസ്കരൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ തൊഴിലാളി വർഗ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരിക്കുമ്പോഴാണ് ചെന്നൈയിൽ ആകാശവാണി നിലയം പ്രക്ഷേപണം ആരംഭിച്ചു. മലയാളത്തിൽ 39 മുതൽ. GPS നായർ എന്ന് പറഞ്ഞ മലയാളിയാണ് അതിൻ്റെ ചാർജ്. ജയകേരളത്തിൽ കവിതകളും ലേഖനങ്ങളും എഴുതിയ പി ഭാസ്കരനെ കൊണ്ട് അദ്ദേഹം കവിതകൾ എഴുതിച്ചു, നാടകങ്ങളിൽ അഭിനയിച്ചു, ലൈവ് പരിപാടികളിൽ അഭിനയിച്ചു. ഞാൻ റേഡിയോ പ്രക്ഷേപണത്തിൻ്റെ ചരിത്രം എഴുതിയപ്പോൾ 1947 ഓഗസ്റ്റ് 15 പ്രഭാതത്തിൽ പ്രക്ഷേപണം ചെയ്ത പ്രത്യേക സ്വാതന്ത്ര്യദിന പരിപാടിയിൽ പി ഭാസ്കരനും കെ പത്മനാഭൻ നായരും തിക്കോടിയനും പീലിയിലെയും ജാനമ്മ ഡേവിഡുമൊക്കെ നിൽക്കുന്ന പടം എനിക്ക് കിട്ടി. സജീവമായി റേഡിയോ പ്രക്ഷേപണം അവിടെ നിന്നാണ് അദ്ദേഹം ആരംഭിക്കുന്നത്. ആ സമയത്താണ് GPS നായർ പറയുന്നത്, ഞാൻ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. രാജഭരണത്തിൻ്റെ കീഴിൽ 1943 മാർച്ച് 13 ആരംഭിച്ച തിരുവിതാംകൂർ റേഡിയോ നിലയം കേന്ദ്ര സർക്കാർ ഏറ്റെടുത്ത് ഓൾ ഇന്ത്യ റേഡിയോയുടെ ഭാഗമാക്കുന്നു. അതിനുശേഷം കോഴിക്കോട് നിന്നും ഒരു നിലയം ആരംഭിക്കുന്നു. ഭാസ്കറിന് താല്പര്യമുണ്ടോ എങ്കിൽ വരിക. GPS നായരുടെ കാറിലാണ് അദ്ദേഹം കേരളത്തിലേക്ക് പുറപ്പെടുന്നത്. തിരുവനന്തപുരത്തെത്തി GPS നായർ. അത് 1950 ഏപ്രിൽ 1 രാജകുടുംബത്തിൽ നിന്നും തിരുവിതാംകൂർ റേഡിയോ ഏറ്റെടുത്ത് ഓൾ ഇന്ത്യ റേഡിയോയുടെ ഭാഗമാക്കി. അതിനുശേഷം അതേ കാറിൽ കോഴിക്കോട്ടേക്ക് പുറപ്പെട്ടു. 1950 മെയ് 14 കോഴിക്കോട് ആകാശവാണി നിലയം ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ ആദ്യ സ്ക്രിപ്റ്റ് റൈറ്ററായി പി ഭാസ്കരൻ നിയമിക്കപ്പെട്ടു. ഏതാനും ദിവസം കഴിഞ്ഞ് മറ്റൊരാളെത്തി, PC കുട്ടിക്കൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, നമ്മളെല്ലാം അറിയുന്ന ഉറൂബെത്തി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കുഞ്ഞനന്ദൻ നായർ എത്തി, പി കുഞ്ഞനന്ദൻ നായർ എന്ന തിക്കോടിയനെത്തി. അപ്പോൾ അവിടെയുള്ള മഹാന്മാരായ ആൾക്കാർ, കെ രാഘവനൊക്കെ മുമ്പ് ആദ്യ സംഗീത സംവിധായകനായ BA ചിദംബരനാഥ് അവിടെയുണ്ട്. ഉദയയുടെ ആദ്യ സിനിമയായ വെള്ളി നക്ഷത്രം 1948 49 അതിൽ 2 പാട്ടുകൾക്ക് സംഗീതം കൊടുത്ത അദ്ദേഹം അന്ന് അക്കാലത്ത് തിരുവിതാംകൂർ റേഡിയോയിലെ വയലിനിസ്റ്റായിരുന്നു. 50 നിലയം ആരംഭിക്കുമ്പോൾ ആദ്യം നിയമിക്കപ്പെട്ട വയലിൻ വാദകരിൽ ഒരാളായിരുന്നു BA ചിദംബരനാഥ്. ഏതാനും ആഴ്ചകൾ കഴിഞ്ഞിട്ടാണ് കെ രാഘവൻ എത്തിയത്. രാഘവൻ്റെ കഥ ഞാൻ പ്രത്യേകം പറയാനായിട്ട് മാറ്റിവെച്ചിരുന്നതാണ്. 38 തിരുവിതാംകൂറിൽ കൊല്ലങ്കോട് സർ വാസുദേവരാജയുടെ
ഓണ സന്ദേശത്തോടു കൂടി മദ്രാസ് നിലയത്തിൽ നിന്നും മലയാള പ്രക്ഷേപണം ആരംഭിച്ച് ഏതാനും വർഷം കഴിഞ്ഞിട്ട് 1942 ഒരു ഭാഗവതർ GPS നായർ എന്ന ആ പ്രക്ഷേപണത്തിൻ്റെ ചുമതലയുള്ള മലയാളിയെ കാണാനെത്തി. എനിക്കൊരു ജോലി വേണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തലശ്ശേരിയാണ് സ്വദേശം. GPS നായർ അദ്ദേഹത്തിന് അവിടെ ജോലി കൊടുത്തു. 1942 അദ്ദേഹം അവിടെ സ്റ്റാഫ് ആർട്ടിസ്റ്റായി ചേർന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് കെ രാഘവൻ. കോഴിക്കോട് നിലയം ആരംഭിക്കുമ്പോൾ അദ്ദേഹം ചെന്നൈ നിലയത്തിലല്ല, ഡൽഹി നിലയത്തിലാണ്. 46-ലോ 47-ലോ GPS നായർ അദ്ദേഹത്തോട് പറഞ്ഞു, ബ്രാഹ്മണ മേധാവിത്വമുള്ള കർണാടക സംഗീത മേഖല, അവിടെ മഹാരഥന്മാരുള്ള ഈ നിലയത്തിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അദ്ദേഹം തന്നെ ഉത്തരം പറഞ്ഞു, പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു കാര്യം ചെയ്യൂ, ഡൽഹിയിൽ ഒരു പുതിയ തസ്തികയുണ്ട്, മ്യൂസിക് പ്രൊഡ്യൂസറുടെ തസ്തികയുണ്ട്, അസിസ്റ്റൻറ്റ് മ്യൂസിക് പ്രൊഡ്യൂസറുടെ തസ്തികയുണ്ട്, ഞാൻ രാഘവൻ്റെ പേർ നിർദ്ദേശിക്കട്ടെ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അങ്ങനെ GPS നായർ തിരുവനന്തപുരത്തേക്ക് വരുന്നതിന് ഏതാനും വർഷം മുമ്പ് കെ രാഘവനെ അദ്ദേഹം ഡൽഹി നിലയത്തിലേക്ക് ഒരു പുതിയ പദവിയിലേക്ക് നിയമിച്ചു. അപ്പം കോഴിക്കോട് നിലയം ആരംഭിച്ച് ഏതാനും മാസങ്ങൾക്ക് ശേഷമാണ് കെ രാഘവൻ കോഴിക്കോട് നിലയത്തിൽ എത്തുന്നത്. പിന്നെ ബാക്കിയെല്ലാം ചരിത്രം. കോഴിക്കോട് നിലയം ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ നാവേർ പാടാൻ വേദിയിൽ ഒരാളുണ്ടായിരുന്നു, 2 പേരുണ്ടായിരുന്നു. ഒന്ന് പുള്ളുവൻ രാമനും ഭാര്യയുമാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ സാംസ്കാരിക സ്ഥാപനം കേരളത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ ആ വേദിയിൽ അധസ്ഥിത വർഗത്തിൻ്റെ പുള്ളുവൻ പാട്ടാണ് അവതരിപ്പിക്കപ്പെട്ടത് ആദ്യമായി. ഇത് കാലം 2021-ലാണ് ഞാനിത് സംസാരിക്കുന്നത്. ഇപ്പോഴും എത്രയോ കലാകാരന്മാരെ ക്ഷേത്രാങ്കണത്തിൽ കയറ്റുന്നില്ല എന്നൊരു പ്രശ്നം സജീവമായി നിൽക്കുമ്പോഴാണ് 50-ൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ സാംസ്കാരിക സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടന വേദിയിൽ പുള്ളുവൻ പാട്ട് അവതരിപ്പിക്കപ്പെട്ടത്. അത് വലിയ ചരിത്രപരമായ വിസ്ഫോടനം എന്നാണ് ഞാനൊരു പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അന്ന് അധസ്ഥിത സമുദായങ്ങൾക്ക് വേദികളെ ഉണ്ടായിരുന്നില്ല. പി ഭാസ്കരൻ തന്നെ ഒരു ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. അക്കാലത്തെ ഈ അധസ്ഥിതരുടെ പാർശ്വവൽകൃത ജനതയുടെ പാട്ടുകൾ മുഴുവൻ വയലേലകളിലും തെങ്ങിൻ തോപ്പുകളിലും മാത്രം കറങ്ങി നടന്നിരുന്ന സമയമായിരുന്നു അത്. മാപ്പിളപ്പാട്ടുകളുടെ അവസ്ഥ എന്താണ്? ജാൻ മുഹമ്മദ് എന്ന ജി ബാബുരാജൻ്റെ അച്ഛൻ, ഡാക്ക സ്വദേശി, ബംഗാളിൽ നിന്ന് അദ്ദേഹം കേരളത്തിലെത്തുന്നത് ധനാഢ്യരായ മുസ്ലിം കുടുംബങ്ങളിൽ പാട്ടുകൾ അവതരിപ്പിക്കാൻ, മാപ്പിളപ്പാട്ടുകൾ അവതരിപ്പിക്കാൻ, ഹിന്ദുസ്ഥാനി സംഗീതം അവതരിപ്പിക്കാൻ, ഖവാലികൾ അവതരിപ്പിക്കാൻ. ഈ ധനാഢ്യ മുസ്ലിങ്ങളുടെ വീടുകൾക്ക് പുറത്തേക്ക് ഒരു മുസ്ലിം വേദികളും അന്ന് മുസ്ലിം സമുദായത്തിൻ്റെ തന്നെ പാട്ടുകൾക്കുണ്ടായിരുന്നില്ല, പൊതുവേദികളെ ഉണ്ടായിരുന്നില്ല. മലയാളിക്ക് പാടുവാൻ പൊതുവായി പാട്ടുകളെ ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് അംശി നാരായണ പിള്ള എഴുതിയ വരിക വരിക സഹചരി, പി ഭാസ്കരൻ എഴുതിയ പദം പദം ഉറച്ചു നാം, അങ്ങനെയുള്ള 2-3 ഭൂതേശ്വരൻ്റെ കേരളഗാനം, അങ്ങനെ 2-3 പാട്ടുകൾ മാത്രമാണ് മലയാളിക്ക് പൊതുവായി പാടുവാനുണ്ടായിരുന്നത്. പാർശ്വവൽകൃത ജനതയ്ക്ക് പൊതുവേദികളുണ്ടായിരുന്നില്ല. ആ പൊതുവേദിയിലേക്കാണ് ഉദ്ഘാടന ദിവസം പുള്ളുവൻ പാട്ടോടുകൂടി വലിയ അഴിച്ചു പണിയലിന് ആകാശവാണി നിലയം തുടക്കം കുറിച്ചത്. പിന്നീട് കെ രാഘവൻ മാഷ് വരികയും എല്ലാ ശാസ്ത്രീയ സംഗീത, കർണാടക സംഗീതത്തെ, ചെമ്പൈയുടെയൊക്കെ സംഗീതത്തോടൊപ്പം തന്നെ എല്ലാ നാടൻ പാട്ടുകളും മാപ്പിളപ്പാട്ടുകളും പ്രക്ഷേപണം ചെയ്യപ്പെടുകയും 1984 ഈ ആകാശവാണി ടീം നീലക്കുയിൽ എന്ന സിനിമ പിടിച്ചപ്പോൾ മലയാളത്തിൻ്റെ പൊതുസംഗീതധാരയിലേക്ക് നാടൻ പാട്ടുകളെയും പാർശ്വവൽകൃത ജനതയുടെ സംഗീതത്തെയും സമന്വയിപ്പിച്ച് പൊതുസ്വത്താക്കുകയും ചെയ്ത വളരെ വിസ്മയകരമായ വിസ്ഫോടനത്തിനാണ് കോഴിക്കോട് നിലയവും പി ഭാസ്കരൻ, കെ രാഘവൻ കൂട്ടുകെട്ടും സാക്ഷ്യം വഹിച്ചത്. ഞാൻ അതേക്കുറിച്ച് പറയാനാണെങ്കിൽ ധാരാളം പറയാനുണ്ട്. അതൊരു 54-ലെ ആദ്യത്തെ ദേശീയ പുരസ്കാരം മലയാളത്തിൽ ലഭിക്കുന്നത് നീലക്കുയിൽ സിനിമയിലൂടെയാണ്. സാമൂഹ്യ നവോത്ഥാനത്തിന് തന്നെ തുടക്കം കുറിച്ച ചിത്രം. അതിൽ പാട്ടുപാടിയ ആൾക്കാരൊക്കെ നമുക്കറിയാം, അതെല്ലാം ആകാശവാണിക്കാരാണ്. മെഹബൂബ് ആകാശവാണിയുടെ അവിടുത്തെ ആർട്ടിസ്റ്റായിരുന്നു, സ്റ്റാഫ് ആർട്ടിസ്റ്റായിരുന്നില്ല. കോഴിക്കോട് അബ്ദുൽ ഖാദർ പാട്ടുകൾ പാടിയ ആളാണ്. ആദ്യമായി ലളിത സംഗീതം എന്നൊരു ശാഖയുണ്ടായത് കേരളത്തിൽ കെ രാഘവൻ സംഗീതം കൊടുത്ത് പി ഭാസ്കരൻ എഴുതിയ പാട്ടുകൾ കൊണ്ടാണ്. അദ്ദേഹം എഴുതിയ ആദ്യ പാട്ടുകളിലൊന്ന് ഞാൻ പിന്നീട് കണ്ടെടുക്കുകയുണ്ടായി. ഇദ്ദേഹത്തിനൊക്കെ അറിയാമത്. ഇദ്ദേഹമൊക്കെ ഉള്ള വർക്ക് ചെയ്ത സമയത്തൊക്കെ നിരന്തരം പ്രക്ഷേപണം ചെയ്തിരുന്നതാണ്. അവസാനം അത് കണ്ടെടുത്ത് റീപ്ലേ ചെയ്ത് കേട്ടപ്പോൾ അതിൽ മുഴുവൻ, ടേപ്പിൽ മുഴുവൻ വയലും വീടും പരിപാടിയായിരുന്നു. ആ പാട്ട്
ഗീതാഞ്ജലിയുടെ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് 1982 പി ഭാസ്കരൻ എഴുതിയ ലളിതഗാനമായിരുന്നു പാടാനോർത്തൊരു മധുരിത ഗാനം പാടിയതില്ലല്ലോ കോഴിക്കോട് അബ്ദുൽ ഖാദർ പാടി. അതിന് സംഗീതം കൊടുത്ത ആളാണ് ജി ബാബുരാജ്. കെ രാഘവൻ സംഗീതം കൊടുത്ത എത്രയോ ലളിത ഗാനങ്ങൾ മലയാളത്തിലൊരു ഗാനശാഖ തന്നെ ഉണ്ടായി. ആ പാട്ട് പാടിയ ആൾക്കാർ മുഴുവനും ജാനമ്മാരുടെ, ഞാൻ പറഞ്ഞു 45, അവർ മാവേലിക്കര സ്വദേശിയാണ്, അച്ഛൻ മാവേലിക്കര സ്വദേശി ആണ്. ജാനമ്മാരുടെ അന്ന് ചെന്നൈ ആകാശവാണിയിലെ സ്റ്റാഫ് ആർട്ടിസ്റ്റാണ്. പിന്നീട് പാട്ടുകൾ പാടി അദ്ദേഹത്തിൻ്റെ സിനിമകളിലൊക്കെ പാടിയ ഗായത്രി ശ്രീകൃഷ്ണനൊക്കെ അവിടുത്തെ സ്റ്റാഫ് ആർട്ടിസ്റ്റാണ്, സ്റ്റാഫ് അനൗൺസറാണ്. കെ പത്മനാഭൻ നായരുടെ ഭാര്യയാണ് ശാന്ത പി നായരായിരുന്നു ഒരു ഗായിക. അടുത്ത കാലത്ത് കഴിഞ്ഞ മാസം അന്തരിച്ച കോഴിക്കോട് പുഷ്പ, ആകാശവാണിയിൽ പാട്ട് പാടാൻ വന്ന കോഴിക്കോട് പുഷ്പയെ കൊണ്ടാണ് അതിലെ ഒരു പാട്ട് അദ്ദേഹം പാടിച്ചത്. ബാക്കി കോറസാണ്, കെ രാഘവൻ്റെ കോറസാണ്. ഇത് നീലക്കുയിൽ എന്ന സിനിമയിലെ ഏറ്റവും പ്രശസ്തമായ ഗാനങ്ങളിലൊന്ന് കെ രാഘവൻ്റെ ആ പാട്ടാണ്. ആ കായലരികത്തെ പാട്ട് അദ്ദേഹത്തെക്കുറിച്ച് പിന്നീടൊന്നുമില്ല. ആ പാട്ട് പാടാൻ രാഘവൻ മാഷ് നിശ്ചയിച്ചിരുന്നത് കൊച്ചിക്കാരനായ കൊച്ചി അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞ ആളായിരുന്നു, ഹാജി അബ്ദുൽ ഖാദർ. പിന്നീട് 1-2 ചെറിയ സിനിമകൾ അദ്ദേഹം പാടി. ആലുവ പുഴയുടെ തീരത്ത് വെച്ച് ആയിരുന്നു അതിൻ്റെ കമ്പോസിങ് മുഴുവനും. ഈ പാട്ടെല്ലാം പാടി അത് വാഹിനി സ്റ്റുഡിയോയിൽ അന്തിമമായി അത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത്, അർദ്ധരാത്രി സമയത്ത് പരീക്കുട്ടിയുടെ നിർമ്മാതാവ് അങ്ങനെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ ട്രാക്കൊക്കെ പാടി കേട്ടത് രാഘവ മാഷാണ്. അങ്ങനെ ഹാജി അബ്ദുൽ ഖാദറിനെ വിളിച്ച് അകത്തേക്ക് കയറ്റി അദ്ദേഹം പാട്ട് പാടിയപ്പോൾ പരീക്കുട്ടി പറഞ്ഞു, വേണ്ട, ഇത് രാഘവ മാസ്റ്റർ തന്നെ പാടിയാൽ മതി. അങ്ങനെ അർദ്ധരാത്രി രാഘവ മാഷിനെ നിർബന്ധിച്ചിട്ടാണ് ആ പാട്ട് പാടിച്ചത്. ആ സിനിമയിലെ രംഗത്ത് അഭിനയിച്ച ആളുടെ പേരാണ് കെ ബാലകൃഷ്ണ മേനോൻ, കാക്ക മേനോൻ എന്നൊക്കെ അദ്ദേഹം അറിയപ്പെടും. ഈ ബാലകൃഷ്ണ മേനോൻ വലിയ മുസ്ലിം കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് ഹാസ്യ പരിപാടികൾ അവതരിപ്പിച്ചാണ് അങ്ങനെ ഒരു പേര് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഭാസ്കരൻ മാഷിൻ്റെ സിനിമാ ജീവിതം ആരംഭിക്കുന്നത്. 474 സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തു. 1974 അവസാനത്തെ സിനിമ പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കൈവഴികൾ പിരിയുമ്പോൾ എന്ന സിനിമ പൂർത്തിയാകാതെ മദ്രാസിലെ വീടൊക്കെ വിറ്റ്, അദ്ദേഹം നിർമ്മാതാവായിരുന്നു, നഷ്ടമുണ്ടായി, വീടൊക്കെ വിറ്റ് തിരിച്ച് നാട്ടിലേക്ക് വന്നു. പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ മാധ്യമ പ്രവർത്തന ജീവിതത്തിൻ്റെ അടുത്ത ഘട്ടം ആരംഭിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജി വിവേകാനന്ദൻ അദ്ദേഹത്തെ ഒരു പുതിയ ദൗത്യത്തിലേക്ക് ക്ഷണിച്ചു. അത് ദീപിക ആഴ്ചപ്പതിപ്പിൻ്റെ പത്രാധിപരായി അദ്ദേഹത്തെ ക്ഷണിച്ചു. ദീപിക ആഴ്ചപ്പതിപ്പിൻ്റെ പത്രാധിപരായി. കരുണാകരൻ്റെ കാലത്ത് അദ്ദേഹം കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ആദ്യ ചെയർമാനായി, ചിത്രാഞ്ജലിയുടെ ചെയർമാനായി. ഏഷ്യാനെറ്റ് സ്ഥാപിക്കപ്പെടുമ്പോൾ 1993 ഓഗസ്റ്റ് 31 അത് രേഖപ്പെടുത്തപ്പെടേണ്ട കാര്യമാണ്. ഞാൻ ആദ്യം പറഞ്ഞു, മലയാള ഇലക്ട്രോണിക് മാധ്യമരംഗത്തെ വലിയ വിസ്ഫോടനമായ കോഴിക്കോട് നിലയത്തിൻ്റെ ആദ്യ സ്ക്രിപ്റ്റ് റൈറ്റർ, മദ്രാസ് റേഡിയോ നിലയത്തിലെ ആദ്യകാല പ്രക്ഷേപകൻ, ദേശാഭിമാനി ദിനപത്രത്തിൻ്റെ ആദ്യകാല സബ് എഡിറ്റർ, ഇടതുപക്ഷ പ്രസിദ്ധീകരണങ്ങളുടെ സബ് എഡിറ്റർ. ഞാൻ വിട്ടുപോയൊരു കാര്യം അദ്ദേഹം കരുണാകരനോടൊപ്പം ബിയൂർ സെൻട്രൽ ജയിലിൽ 9 മാസത്തെ തടവ് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമര പതാക ഉയർത്തി ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത്. അന്ന് കരുണാകരൻ അന്ന് സഹതടവുകാരനായിരുന്നു. സി അച്യുതമേനോനും ഇക്കണ്ട വാര്യരും RM മനക്കിലത്തുമൊക്കെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ തടവിലെ സഹതടവുകാരായിരുന്നു. അന്ന് ഇദ്ദേഹം കാടാറു മാസം എന്ന പുസ്തകം എഴുതിയിട്ടുണ്ട് 1978-ലോ 79-ലോ ആ ജയിൽ വാസത്തെക്കുറിച്ച്. അന്ന് കരുണാകരൻ്റെ ജോലി, അന്ന് അദ്ദേഹം കലവറ സൂക്ഷിപ്പുകാരനായിരുന്നു. 2 വർഷത്തെ കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട കരുണാകരൻ അന്ന് കലവറ സൂക്ഷിപ്പുകാരനായിരുന്നു. അന്ന് കരുണാകരനുമായി ഉണ്ടായ ആത്മബന്ധമാണ് പി ഭാസ്കരൻ്റെ പിന്നീട് കരുണാകരൻ്റെ ഭരണകാലത്ത് ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെയും ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെയും അധ്യക്ഷ പദവിയിലേക്ക് ഉയർത്തുകയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അദ്ദേഹത്തെ പിന്തിരിപ്പനായി പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തത്. അതിന് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പൊതുജീവിതം വളരെ ഗ്ലോറിയസ് ആയിട്ടുള്ള ത്യാഗനിർഭരമായ പൊതുജീവിതത്തോടാണ് നമ്മൾ കടപ്പെട്ടിരിക്കുന്നത്. ആ പൊതുജീവിതമാണ് അദ്ദേഹത്തെ പ്രക്ഷേപകനാക്കിയത്. ആ പൊതുജീവിതമാണ് അദ്ദേഹത്തെ സിനിമയിലേക്ക് നയിച്ചത്. ആ പൊതുജീവിതമാണ് അവസാനം
ഇന്ത്യയിലെ ആദ്യത്തെ ഉപഗ്രഹ ടെലിവിഷൻ ചാനലിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ശശികുമാറിൻ്റെയും അദ്ദേഹത്തിൻ്റെ അളിയനായ അമ്മാവനായ റെജി മേനോൻ്റെയും സ്ഥാപനം എന്ന രീതിയിലാണ് ഏഷ്യാനെറ്റ് അറിയപ്പെടുന്നെങ്കിലും ചരിത്രത്തിൽ വിസ്മരിക്കാത്ത പങ്ക് പി ഭാസ്കരൻ്റെ ഉണ്ട്. ആദ്യ ഉപഗ്രഹ ചാനലിൻ്റെ ചെയർമാൻ അദ്ദേഹമായിരുന്നു. പറയാൻ 2-3 മണിക്കൂർ പറയാനുള്ള കാര്യങ്ങളുണ്ട്. ഞാൻ ഇപ്പോൾ തന്നെ അത് ദീർഘിച്ചു പോയി. ഭാസ്കരൻ മാഷിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഭാസ്കരൻ മാഷിൻ്റെ പാട്ടുകൾ, സിനിമാ ഗാനങ്ങളുണ്ട്, ഒട്ടേറെ ലളിത ഗാനങ്ങളുണ്ട്, ദൂരദർശനു വേണ്ടി ആകാശവാണിക്ക് വേണ്ടി എഴുതപ്പെട്ടിട്ടുള്ള ഗാനങ്ങൾ ഇഷ്ടംപോലെയുണ്ട്. ആ ഗാനങ്ങളൊന്നും ഭൂമുഖത്ത് അവസാനത്തെ മലയാളിയും അവശേഷിക്കും വരെ നിലനിൽക്കുന്നതാണ് ആ ഗാനങ്ങൾ. ഈ ജന്മശതാബ്ദി വർഷത്തിൽ അദ്ദേഹത്തിന് ആദരങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.